ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല. അലാമൊക്കെ വെച്ചിട്ട് ഭയങ്കര കറക്റ്റായിട്ട് എണീക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉം, അലാമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല ഗൈസ്, ഉറങ്ങിപ്പോയി. ഇന്നലെ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്, അപ്പം എണീക്കാൻ ലേറ്റായി. അലാം അടിച്ചിട്ട് എനിക്ക് എണീക്കാനൊരു ഭയങ്കര ക്ഷീണം തോന്നി. അതുകൊണ്ട് തന്നെ എണീറ്റില്ല. അതെല്ലാം പോട്ടെ, ഇത് നമ്മുടെ പുതിയ ചാനലാണ്. ഓക്കെ, അതിന് കുറെ കാരണങ്ങളുണ്ട്. എനിവേ, വെൽക്കം ടു അവർ ന്യൂ ചാനൽ. ഈ ചാനലിന്റെ പേര് റിയൽ ദിവ ഹിയർ എന്നാണ്. ഈ ചാനലിന്റെ പേര് നിങ്ങളോട് ഞാൻ ഫോഴ്സ്ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല. കാരണം കഴിഞ്ഞ ചാനലിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് ആരെയും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടില്ല. എങ്കിലും ചെറുതായിട്ടൊക്കെ ഫോഴ്സ്ഫുള്ളിയാണ്. കാരണം എൻ്റെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും പരിചയമില്ലാത്തവർ കാണുമ്പോൾ യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ അതിൽ ഭയങ്കര യൂസ് ഒന്നും ഇല്ല. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ വല്ലപ്പോഴാണ് വീഡിയോസ് ഇടാറ്. ഞാൻ മെയിനായിട്ട് ഞാൻ എടുത്ത ടോപ്പിക് തന്നെ ഭയങ്കര ബോറൻ ടോപ്പിക്കായിരുന്നു. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാന്നുള്ളത്. അത് ഭയങ്കര ടാസ്ക് ആണ്. എന്നെ നേരിട്ട് കാണുന്നവർക്ക് അറിയാം, എൻ്റെ ഫേസ് ശരിക്കും പിമ്പിൾസ് ഉണ്ട്, അടിപൊളിയായിട്ട് ഭയങ്കര പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ റോങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അതിനെ എന്താ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. എനിക്കത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഫേസിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് ചെയ്താൽ നാളെ അത് ഭയങ്കര ഫേസ് ബോറായിട്ടുണ്ടാവും. അങ്ങനെ കുറേ പ്രൊമോഷൻ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. എനിക്കത് യൂസ് ആക്കാൻ പറ്റൂല. അപ്പം ഞാൻ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് യൂസ് ചെയ്ത് ഇഷ്ടമായാൽ മാത്രമേ സജസ്റ്റ് ചെയ്യുള്ളൂ. പണ്ട് കുറേ കോമാളിത്തനമുള്ള വീഡിയോസ് ഞാൻ എൻ്റെ പഴയ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലതൊക്കെ നല്ലതായിരുന്നു കേട്ടോ, അപ്പോഴെനിക്ക് നല്ലതായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും എനിക്കത് വർക്കിംഗ് അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വീഡിയോസ് വേണ്ട ഇനി. അങ്ങനെയാണ് വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മൂഡില്ല. കാരണം എല്ലാം കൂടെ ഇങ്ങനെ കൊലഞ്ഞ മട്ടിലാണ്, കുഴഞ്ഞ് ഒരു എന്തോ പോലത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ ആ ഒരു ചാനൽ. അപ്പം ഞാൻ വിചാരിച്ചു ന്യൂ ഇയറിന് എന്തായാലും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യാനൊരു ത്വര വരും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാനലിൻ്റെ പേര് റിയൽ ദിവ ഹിയർ എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ റിയൽ ആയിട്ടുള്ള ദിവ എങ്ങനെയാണോ അതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഭയങ്കര ക്രിഞ്ചായി പോയാ. എനിവേ, അപ്പോൾ റിയൽ ആയിട്ടുള്ള ദിവ എങ്ങനെയാണോ അതാണ് നിങ്ങൾ ഈ ഒരു ചാനലിൽ കാണാൻ പോകുന്നത്. എനിക്കിങ്ങനെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യായിരുന്നു. ആക്ച്വലി ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓരോ റൂം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവരായിരുന്നു. അങ്ങനെയാണ് ഈ റൂം അലങ്കോലമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് ഇതെൻ്റെ സ്റ്റുഡിയോ ആക്കി. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഇവിടെ നിന്നാണ് വീഡിയോസ് ഒക്കെ ചെയ്യാറ്. ആ സൈഡിൽ ഈ സൈഡിൽ ഇരുന്നാണ് വീഡിയോസ് ചെയ്യാറ്. ഞാൻ ഇന്ന് ഇവിടെ സെറ്റ് ചെയ്തു. അപ്പം എനിക്ക് കൊള്ളാം, നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി എന്തെങ്കിലും മാറ്റം എനിക്കുണ്ടായാൽ ഞാൻ അതിലായിരിക്കും ഇടുന്നത്. ഇതൊക്കെ കൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത് മാറ്റം എന്നൊക്കെയുള്ള വീഡിയോസ് അതിൽ തന്നെയായിരിക്കും ഇടുന്നത്. അപ്പോൾ 2025 ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ കിട്ടി, ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ച് ഇമോഷണലി ഡൗൺ ആയി കുറേ സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷെ അതൊന്നും എനിക്കിവിടെ എന്താ പറയുക പറയാൻ ഇഷ്ടം തോന്നുന്നില്ല. കാരണം അവരവരാണ്, നമ്മളാണ്. അപ്പോൾ അവരുടേതായ രീതിയിൽ അവർ പെരുമാറി, ഞാൻ എൻ്റെതായ രീതിയിൽ പെരുമാറി. ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ഒന്നും എക്സ്പെക്ട് ചെയ്തതിൻ്റെ കുറ്റമാണ്. അപ്പോൾ അത് അവരുടെ അല്ല, നമ്മുടെ തന്നെയാണ്. അതിൽ വേറെ ആർക്കും പങ്കില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വിഷമം ഉണ്ടാവുന്നത്. അതിൽ നമ്മൾ അയ്യോ എൻ്റെ അടുത്ത് അവരിങ്ങനെ ചെയ്തു എന്നിങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മളാണ് എക്സ്പെക്ട് ചെയ്തത്. അവർ മനസ്സിൽ പോലും അങ്ങനെ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടാണ്ട് വരുമ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ ഓക്കെയാണ് ഇപ്പോൾ. അപ്പം അതിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും അത് കാരണം ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയി, അത്രേ ഉള്ളൂ. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല എന്ന് വന്നു. അപ്പം അത് തന്നെ വലിയ കാര്യം. പിന്നെ എനിക്ക് ഉപദേശിക്കാനുള്ളത്, എപ്പോഴും നല്ല കുട്ടിയാവരുത് എന്ന് വെച്ചിട്ട് നല്ല കുട്ടിയാവുന്നത് ഒരു തെറ്റൊന്നുമല്ല. നല്ല കുട്ടിയാവാം, പക്ഷെ നമ്മളെ നഷ്ടമാക്കിക്കൊണ്ടാവരുത് നല്ല കുട്ടി എന്നുള്ളൊരു പേര് സമ്പാദിക്കുക എന്നുള്ളത്. ഓക്കെ ഓക്കെ, കുറച്ച് നെഗറ്റീവ് റോളൊക്കെ ചെയ്യാം നമുക്ക്.
മീൻസ് പോയി കൊല്ലണം, കൊലപാതകം ചെയ്യാൻ അങ്ങനെയല്ല പറഞ്ഞത്. കുറച്ച് ബോൾഡ് ആവാം, നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാം. അത് ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം ചെയ്യാൻ പറ്റി. അതിൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ പോയിരുന്നു ഒരു ഓഫീസിൽ. എനിക്ക് പിന്നെ ഒരു ജോബ് അത്ര താല്പര്യമില്ലാത്തല്ല, എനിക്ക് നീ പറ്റുള്ള. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ അതൊന്ന് സ്കൂട്ടായി. അവിടെ പ്രഷറൊന്നല്ല, പക്ഷെ എനിക്കായിട്ട് ഞാനിട്ട ഒരു പ്രഷറുണ്ട്. അത് എനിക്കെന്താ ഭയങ്കര ഒരു ഡിപ്രഷനായിപ്പോയി. എന്ന് വെച്ചാൽ ഭയങ്കര സൈലൻ്റ് ആയി. എക്സ്ട്രോട്ട് അല്ല, എന്നാൽ പോലും അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് മൊത്തത്തിൽ തണുത്ത് മരവിച്ച ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ച് നഷ്ടങ്ങളും കുറച്ച് ഇതൊക്കെ ഉണ്ടായി. അതെല്ലാം പോട്ടെ. ഇനി എന്തായാലും ന്യൂ ഇയർ നമുക്ക് പൊളിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ നടന്നോ എന്ന് ചോദിച്ചാൽ, അതൊക്കെ ഞാൻ എൻ്റെ പഴയ ചാനലിൽ തന്നെ ഇടാം. കാരണം 2025 ഗെയിൻ ചെയ്തത് അവിടെ തന്നെ പറയുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ആ ചാനലിലായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഈ ചാനലിൽ നമ്മുടെ പുതിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് പണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ആ ചാനലിലേ ഇടുള്ളൂ. ഇനി പുതിയതായിട്ട് കിട്ടാൻ പോകുന്നതും പുതിയതായിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടിയതും എല്ലാം ഞാൻ ഈ ഒരു ചാനലായിരിക്കും. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ, ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കൊരു വിഷമവുമില്ല. കാരണം എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മതി എന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കണ്ടുമുട്ടുന്നവരെ റിയൽ ദിവാ ഹിയർ. ബൈ.